AI വന്ന പണി പോവും, 100% പണി പോവും. ആരുടെ? AI ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി ഞാനത് ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് 2 മിനിറ്റിൽ തീർക്കാൻ വേണ്ടി ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ പണി പോവും. അങ്ങനെ ആവണം ഓൺലൈൻ ബിസിനസ്. അതിന് പ്രോപ്പർ സിസ്റ്റം വേണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇ-കൊമേഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ലാൻഡിംഗ് പേജ് കൊണ്ടുവന്നു, അതേപോലെ തന്നെ പ്രൈസിങ് കൊണ്ടുവന്നു, പേയ്മെൻറ്റ് ഓൺലൈനിൽ എടുക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു, കസ്റ്റമർ സപ്പോർട്ടിന് വാട്സപ്പ് നമ്മൾ ചാറ്റ് ഉപയോഗിക്കുന്നു. അതേപോലെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ CRM വേണമല്ലോ. ഈ വന്നതൊക്കെ പ്രോപ്പർലി ചെയ്തു. CRM ആയാലും ഇപ്പോൾ ഇതിൻ്റെ ബൗണ്ടറീസിലുള്ള എല്ലാ സിസ്റ്റം നമ്മൾ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഒരു കീ എന്ന് പറയുന്നത് പ്രീമിയം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അധികം ആൾക്കും സിസ്റ്റം ഉണ്ടാവും, പക്ഷേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. പിനാക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് കസ്റ്റമർ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്ത പ്രോഡക്ട്സ് നമ്മളതിലുണ്ട്. അത് മതി. ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമർ ആണല്ലോ. ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കേണ്ട എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നേ വരെ നിങ്ങളെ വിളിച്ചിട്ടില്ല. പ്രൊഡക്റ്റ് തന്നു, എൻ്റെ ലോഗോ അയച്ചു തന്നു, പിറ്റേ ദിവസം ഡെലിവറി. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു പെർമനന്റ് ഇങ്ക് സ്റ്റാമ്പിന് നോർമലി 5,000 ആണ് ഇംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ 36,000 ഗ്ലാസ്സിന് ഞാൻ സ്റ്റാമ്പ് ചെയ്തു. എന്നിട്ടും അവര് സർവീസ് ആൻഡ് സപ്പോർട്ട് ചോദിക്കാണ്. ഞങ്ങൾ അവരെ കൊണ്ട് വേറെ പുതിയ എടുപ്പിച്ചു. അല്ല, അതാണ് അത് ആ വാല്യൂ അഡീഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കസ്റ്റമർ ആരും ഇതുവരെ നമ്മളെ വിട്ടുപോയിട്ടില്ല. പക്ഷെ ഇപ്പം വരുന്ന കസ്റ്റമർ മാക്സിമം ബൈ റെഫറൻസ് അവർ കസ്റ്റമേഴ്സ് തരുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമർ റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റും നല്ലൊരു ടീമിനെയും ഉണ്ടാക്കി വെച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ടീമാണ് നമ്മളെ സ്ട്രെങ്ത്. അപ്പോൾ അത് സ്കെയിൽ ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ്, മാർക്കറ്റിംഗ്, സപ്ലൈ ചെയിൻ, ഇത് മൂന്നും പ്രോപ്പറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉറങ്ങിക്കിടന്നാലും നിങ്ങൾക്ക് ബിസിനസ് വരും. അപ്പോൾ CRM ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതെ, CRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് CRM. ഇപ്പോൾ ഈ കസ്റ്റമർ അതിൽ വന്നു, അവർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വാട്ട് നെക്സ്റ്റ്, അത് ഒരു അസൈൻഡ് ഒരാളുടെ അടുത്തേക്ക് പോകണം. ആ ആൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ഇന്ന ടൈം നമ്മളൊരു സർവീസ് ലെവൽ എഗ്രിമെൻ്റ് വയ്ക്കുക, ഒരു SLA വയ്ക്കുക, ഇന്ന ടൈമിനുള്ളിൽ ഈ കസ്റ്റമറിൻ്റെ തീർത്ത് കഴിയണം എന്നുള്ളത്. ഓക്കെ, അത് തീർന്നില്ലെങ്കിൽ ഇറ്റ്സ് ഹിസ് പ്രോബ്ലം. ഓർ മേ ബി ദർ വിൽ ബി കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഡിലേ ആവാം. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം കസ്റ്റമർ ഓൾറെഡി പേ ചെയ്തു. ഇനി കച്ചവടം എടുക്കേണ്ടത് കസ്റ്റമറിന്റെ ആവശ്യമാണ്. അപ്പൊ പുള്ളി നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് വരും. അതിനുള്ളൊരു ട്രിക്കും കൂടിയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്ട് ഒരു സർവീസ് എടുക്കുന്നിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് ഹിസ് പ്രയോറിറ്റി, ഇറ്റ്സ് അവർ പ്രയോറിറ്റി. അല്ലേ? ഇന്ന് ആ ഏതൊരാളുടെയും പ്രയോറിറ്റിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് CRM വഴി അസൈൻ ചെയ്ത് അതിനെ പ്രോപ്പർലി മോണിറ്റർ ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്ന വരെയുള്ള ഡെലിവറി വരെയുള്ള സർവീസുകളെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാം. മുൻപ് ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇന്ന് ഒന്നിനൊരു നോ ഇല്ല. അവിടെയാണ് AI കടന്നുവരവ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ്. AI വന്ന ശരിക്കും പണി പോകും. AI വന്ന പണി പോവും, 100% പണി പോവും. ആരുടെ? AI ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി ഞാനത് ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് 2 മിനിറ്റിൽ തീർക്കാൻ വേണ്ടി ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ പണി പോകും. അപ്പോൾ ഒരു 3-4 വർഷം നമ്മൾ AI അഡോപ്റ്റ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും 100%. അതായത് ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ എൻ്റെ പണി എനിക്ക് മാത്രം അറിയാവുള്ളൂ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസുകൾ അതുപോലെ തന്നെ വലിയ കമ്പനീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ Gmail ത്രൂ അല്ലെങ്കിൽ നമ്മൾ Office 365 ത്രൂ ആയിരിക്കും, ഔട്ട്ലുക്ക് ത്രൂ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ചെയ്യണം. ഉറപ്പായിട്ടും ഈ സാധനം മുഴുവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.